ഹായ് ഓൾ, വെൽക്കം ടു ലെക്ചേഴ്സ് ഓൺ ലോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 6ാം ക്ലാസ് മുതൽ PG വരെയുള്ള വിദ്യാർത്ഥികൾക്ക് SBIയുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആശാ സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതിവർഷം 15,000 രൂപ മുതൽ 7,50,000 രൂപ വരെയായിരിക്കും സ്കോളർഷിപ്പ് തുകയായി ലഭിക്കുക. അപ്പൊ ഈ സ്കോളർഷിപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള സ്കോളർഷിപ്പുകളെ കുറിച്ചും അറിയിപ്പുകളെ കുറിച്ചും അറിയാനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സ്കോളർഷിപ്പിനായി SBIയുടെ ആശാ സ്കോളർഷിപ്പിനായി അപേക്ഷിക്കേണ്ടത് ഈ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് വഴിയായിട്ടാണ്. വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വെബ്സൈറ്റ് വഴിയായിട്ടാണ് ഓൺലൈനായി നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഒക്ടോബർ 1-ാം തീയതി വരെയാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള അവസാന തീയതി. SBIയുടെ ആശാ സ്കോളർഷിപ്പ് സാമ്പത്തികപരമായും സാമൂഹ്യപരമായും പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് SBI സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നത്. 6ാം ക്ലാസ് മുതൽ PG ബിരുദാനന്ത ബിരുദം വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 15,000 രൂപയായിരിക്കും സ്കോളർഷിപ്പ് തുകയായി പ്രതിവർഷം കിട്ടുന്നത്. ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 50,000 രൂപയും PG പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 70,000 രൂപയായിരിക്കും പ്രതിവർഷം സ്കോളർഷിപ്പ് തുകയായി SBI പ്രൊവൈഡ് ചെയ്യുന്നത്. IIT പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം 2 ലക്ഷം രൂപ സ്കോളർഷിപ്പ് തുകയായി ലഭിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ IIM-ൽ MBA പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 7,50,000 രൂപയായിരിക്കും സ്കോളർഷിപ്പ് തുകയായി ലഭിക്കുന്നത്. അപേക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ SBIF-asha-scholarship.org എന്ന ഈ ഒരു വെബ്സൈറ്റ് വഴിയായിട്ട് ജോയിൻ ചെയ്യുക. വെബ്സൈറ്റിൽ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ വെബ്സൈറ്റ് കയറുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹോം പേജ് ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ കൊടുത്തിട്ടുള്ള പോലെ ആ ഹോം പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും SBIF-asha-scholarship 2024 7.5 ലക്ഷം രൂപ വരെയായിരിക്കും സ്കോളർഷിപ്പ് തുക കിട്ടുന്നത്. 7.5 lakh അപ് ടു കൊടുത്തിട്ടുണ്ട് കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഈ ഒരു സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റി എന്താ, ഓരോ കാറ്റഗറിക്കും വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടത് എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ വെബ്സൈറ്റ് വഴിയായിട്ടാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കുന്നത്. ഇതിൽ അപ്ലൈ നൗ കൊടുത്തിട്ടുണ്ട് ഓരോ കാറ്റഗറിയിലും. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ കാറ്റഗറി വൈസ് നിങ്ങളുടെ എലിജിബിലിറ്റി എന്താണോ അതനുസരിച്ചിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ ഈ വെബ്സൈറ്റിൽ ജോയിൻ ചെയ്തതിന് ശേഷം വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പോഴേക്കും ഓരോ കാറ്റഗറി ആയിട്ട് സ്കോളർഷിപ്പ് ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. കാറ്റഗറി ആയിട്ട് തരം തിരിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതിൽ SBIF സ്കോളർഷിപ്പ് ഫോർ സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പ്, ആ ഓപ്ഷൻ നിങ്ങൾ സ്കൂൾ സ്റ്റുഡന്റ് ആണ് എങ്കിൽ നിങ്ങൾ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പൊ അതിൽ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ആ ഒരു ഓപ്ഷൻ എടുത്തിട്ടാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. എലിജിബിലിറ്റി എന്തൊക്കെയാണ് യോഗ്യത അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള അപേക്ഷിക്കുമ്പോൾ ഉള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്, രേഖകൾ എന്തൊക്കെയാണ് വേണ്ടതെന്നും പറയുന്നുണ്ട്. അത് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രീൻ ആയിട്ട് അപ്ലൈ നൗ എന്ന്. അപ്പോൾ അവിടെ അപ്ലൈ നൗവിൽ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ അപേക്ഷിക്കാനും സാധിക്കും. അപ്പോൾ ആദ്യമേ തന്നെ എന്തൊക്കെയാണ് യോഗ്യത, എന്തൊക്കെ ഡോക്യുമെന്റ്സാണ് വേണ്ടതെന്നും നോക്കി വെക്കുക. അതിനുശേഷം അപ്ലൈ ചെയ്യാം. നിങ്ങളൊരു സ്കൂൾ സ്റ്റുഡൻ്റ് ആണ് എങ്കിൽ 6 തൊട്ട് 12ാം ക്ലാസ് വരെ വരുന്നവരാണെങ്കിൽ അപ്പോൾ എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് വേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ട എലിജിബിലിറ്റീസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു സ്കോളർഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ടുള്ള SBIF ആശാ സ്കോളർഷിപ്പ് ഫോർ സ്കൂൾ സ്റ്റുഡൻസ് ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന സ്കൂൾ കുട്ടികളാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ട എലിജിബിലിറ്റി പറയുന്നത് ഇങ്ങനെയാണ്. ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കണം. അതോടൊപ്പം തന്നെ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ളതിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ പഠിക്കുന്നവരായിരിക്കണം നിങ്ങൾ. അതോടൊപ്പം കഴിഞ്ഞ വർഷം അക്കാദമിക് ഇയറിൽ നിങ്ങൾക്ക് 75% അതിൽ കൂടുതലോ മാർക്ക് ഉണ്ടായിരിക്കണം. അതായത് മിനിമം 75% എങ്കിലും കുറഞ്ഞത് മാർക്കോട് കൂടി പാസ്സായിട്ടുള്ളവരായിരിക്കണം നിങ്ങൾ. അതായത് ഇപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് എങ്കിൽ 5ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് 75% മാർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാവണം. 7-ലാണെങ്കിൽ 6-ലുണ്ടാവണം. 10-ലാണ് എങ്കിൽ 9ാം ക്ലാസ്സിൽ അത്രയും മാർക്ക് ഉണ്ടായിരിക്കണം. അതാണ് കേട്ടോ. അപ്പം അങ്ങനെ കഴിഞ്ഞ വർഷത്തെ പരീക്ഷയിൽ കഴിഞ്ഞ വർഷത്തെ അക്കാദമിക് ഇയറിൽ 75% അതിൽ കൂടുതലോ മാർക്കുള്ളവരായിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആനുവൽ ഫാമിലി ഇൻകം വരുന്നത്, വാർഷിക വരുമാനം വരുന്നത് കുടുംബത്തിന്റെ 3 ലക്ഷം രൂപ മാക്സിമം അത്രയാണ് വരാവുള്ളൂ. അപ്പോൾ 3 ലക്ഷം രൂപയിൽ കൂടരുത്. മാക്സിമം 3 ലക്ഷം രൂപയാണ് നിങ്ങളുടെ വാർഷിക വരുമാനം വരാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവർക്കാണ് ഇത് കിട്ടുകയുള്ളൂ. പിന്നെ അതോടൊപ്പം തന്നെ 50% സീറ്റ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്കോളർഷിപ്പിൽ, കുട്ടികളുടെ ആ ഒരു സ്കോളർഷിപ്പിൽ വേണ്ടിയിട്ട്.
50% സീറ്റ് സ്ത്രീകൾക്കുണ്ട്. അതോടൊപ്പം SC/ST കാറ്റഗറിയിലുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രിഫറൻസ് മുൻഗണന അവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും, SC/ST കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ. അപ്പോൾ ഈ സ്കൂൾ സ്റ്റുഡൻസിന് എത്ര രൂപയാണ് സ്കോളർഷിപ്പ് ആയിട്ട് കിട്ടുന്നതെന്നും അവിടെ കൊടുത്തിട്ടുണ്ട്. SBIF ആശാ സ്കോളർഷിപ്പ് ഫോർ സ്കൂൾ സ്റ്റുഡൻസ് ആണ് എങ്കിൽ സ്കൂൾ സ്റ്റുഡൻസിന് 6 മുതൽ 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾ സ്റ്റുഡൻസിന് കിട്ടുന്നത് 15,000 രൂപയായിരിക്കും പ്രതിവർഷം സ്കോളർഷിപ്പ് തുകയായിട്ട് കിട്ടുന്നത്. ഇനി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഒരു സ്കൂൾ സ്റ്റുഡന്റ് ആണ്, 6 തൊട്ട് 12ാം ക്ലാസ് വരെയുള്ളവരാണ്, 75% കൂടുതൽ മാർക്കും കഴിഞ്ഞ വർഷം ഉണ്ട്, ഫാമിലി ഇൻകം നിങ്ങളുടെ 3 ലക്ഷത്തിൽ കൂടുതലും അല്ല എങ്കിൽ അത്രേ വരുന്നുള്ളെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് അപ്ലൈ ചെയ്യാനായിട്ട് വേണം എന്നുള്ളതാണ് നോക്കുന്നത്. കൊടുത്തിട്ടുണ്ട് അവിടെ. ഒന്ന് വേണ്ടത് മാർക്ക് ഷീറ്റ് ആണ് പറയുന്നത്. ഫ്രം ദ പ്രീവിയസ് അക്കാദമിക് ഇയർ, അതായത് കഴിഞ്ഞ വർഷത്തിൽ നിങ്ങൾക്ക് 75% അതിൽ കൂടുതലോ മാർക്ക് ഉണ്ട് എന്ന് തെളിയിക്കുന്ന നിങ്ങളുടെ മാർക്ക് ഷീറ്റ് അത് അപ്ലോഡ് ചെയ്യാനായിട്ട് വേണം. അതിവിടെ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ട ഒരു രേഖയാണ്. അപ്പം അത് വേണം നിങ്ങൾക്ക്, മാർക്ക് ഷീറ്റ്. പിന്നെ ആധാർ കാർഡ് വേണം. അതോടൊപ്പം കറന്റ് ഇയറിലെ ഫീസ് റെസീപ്റ്റ്, അതായത് ഈ വർഷം നിങ്ങൾ ഫീസ് അടച്ച കോളേജിൽ പഠിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്ന ആ ഒരു ഫീസ് അടച്ചതിൻ്റെ റെസീപ്റ്റ് അത് വേണം. പിന്നെ അതോടൊപ്പം പ്രൂഫ് ഓഫ് കറന്റ് ഇയർ അഡ്മിഷൻ്റെ പ്രൂഫ്, അതായത് ഇപ്പം നിങ്ങൾ ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖ. അതായത് ഒന്നുമില്ലെങ്കിൽ അവിടുത്തെ ID കാർഡ് മതി, ആ സ്കൂളിലെ ID കാർഡ്. അതല്ല എങ്കിൽ അവിടെ അഡ്മിഷൻ എടുത്തപ്പോൾ ഉള്ള ആ ഒരു പ്രൂഫ്, ഇത്ര വർഷം തൊട്ട് ഇത്ര വരെ നിങ്ങൾ ഇവിടെ പഠിക്കുകയാണ്, ഈ വർഷം പഠിക്കുന്നു എന്നുള്ള ആ ഒരു അഡ്മിഷൻ്റെ രേഖ. അതോടൊപ്പം അതല്ല എങ്കിൽ നിങ്ങൾക്ക് ആ സ്കൂളിൽ നിന്ന് തന്നെ ഈ കുട്ടി ഇവിടെ പഠിക്കുന്നതാണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് എഴുതി വാങ്ങാൻ പറ്റും ബോണഫൈഡ് ആയിട്ട്. അപ്പം അങ്ങനെ അതോ നിങ്ങൾക്ക് അവിടെ രേഖയായിട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ അതോടൊപ്പം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ്, അത് ആപ്ലിക്കേഷൻ വെക്കുന്ന കുട്ടിയുടെയോ അതല്ല എങ്കിൽ കുട്ടിയുടെ പാരൻറ്റിൻ്റെയോ കൊടുത്താൽ മതി. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കണം, അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്കോളർഷിപ്പ് തുക വരാനായിട്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്, ഇൻകം നിങ്ങൾക്ക് 3 ലക്ഷം രൂപയാണ് വരുന്നുള്ളൂ വാർഷിക വരുമാനം എന്ന് പ്രൂവ് ചെയ്യുന്ന ഇൻകം സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ അപേക്ഷയ്ക്ക് വെക്കുന്ന ആ ഒരു കുട്ടിയുടെ ഫോട്ടോയും വേണം, ഫോട്ടോഗ്രാഫും ആവശ്യമാണ്. പിന്നെ വേണ്ടത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ്. അതായത് നിങ്ങൾ SC/ST കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിന് ആപ്ലിക്കബിൾ ആവണമെങ്കിൽ നിങ്ങൾ ആ കാസ്റ്റ് സർട്ടിഫിക്കറ്റും കൂടി വെക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും ആണ് ഡോക്യുമെന്റ്സ് സ്കൂൾ സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ അത് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് എലിജിബിലിറ്റി കഴിഞ്ഞ് ഡോക്യുമെന്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താഴെ കാണാം അപ്ലൈ നൗ. അപ്പോൾ ആ ഗ്രീൻ ബട്ടൺ അപ്ലൈ നൗവിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ അപ്പോൾ അങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൽ ഡെഡ് ലൈനും കൊടുത്തിട്ടുണ്ട്. എത്രയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന്? ഒക്ടോബർ 1-ാം തീയതിയാണ്. മറക്കേണ്ട, ഒക്ടോബർ 1-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ സ്കൂൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഈ ഒരു എലിജിബിലിറ്റി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ സ്കോളർഷിപ്പിനായിട്ട്. ഇനി അടുത്തത് നോക്കുന്നത് SBIF ആശാ സ്കോളർഷിപ്പ് ഫോർ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ്, UG കോഴ്സസ്, അതായത് ഡിഗ്രിക്ക് പഠിക്കുന്നവരാണ്, ഡിഗ്രി വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്, എലിജിബിലിറ്റി, യോഗ്യത എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക, സെക്കൻഡ് കാറ്റഗറി സെലക്ട് ചെയ്യുക. അതിൽ കൊടുത്തിട്ടുണ്ട് SBIF ആശാ സ്കോളർഷിപ്പ് ഫോർ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സസ് എന്ന്, അതായത് UG കോഴ്സസ് ഡിഗ്രി സ്റ്റുഡൻസിന് വരുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ അതിൽ എലിജിബിലിറ്റി ഉണ്ടാകും. അതോടൊപ്പം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ എലിജിബിലിറ്റി ഇതാണ് പറയുന്നത്. ഇന്ത്യൻ നാഷണൽസ് ആയിരിക്കണം നിങ്ങൾ, അതോടൊപ്പം തന്നെ ഇന്ത്യക്കാരായിരിക്കണം. പിന്നെ വേണ്ടത് നിങ്ങൾക്ക് അക്കാദമിക് ഇയറിൽ കഴിഞ്ഞ വർഷം, അതായത് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് എങ്കിൽ +2ന്റെ മാർക്ക് ലിസ്റ്റ് നോക്കും. ഓക്കെ, അപ്പോൾ +2ന് നിങ്ങൾക്ക് 75% അതിൽ കൂടുതലോ മാർക്കുള്ളവരായിരിക്കണം. അതല്ല നിങ്ങളിപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് എങ്കിൽ നിങ്ങൾ ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ 75% അതിൽ കൂടുതലോ മാർക്കുള്ള വ്യക്തിയായിരിക്കണം. തേർഡ് ഇയർ ആണെങ്കിൽ സെക്കൻഡ് ഇയറിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഏതാണോ ആ കഴിഞ്ഞ അക്കാദമിക് ഇയറിൽ 75%-ൽ കൂടുതൽ മാർക്കുള്ളവരായിരിക്കണം. പിന്നെ നിങ്ങളുടെ വാർഷിക വരുമാനം 6 ലക്ഷം രൂപയാണ് മാക്സിമം വരാവുള്ളൂ. 6 ലക്ഷം രൂപയിൽ കൂടരുത്. വാർഷിക വരുമാനം 6 ലക്ഷം രൂപയാണ് ഉണ്ടാവേണ്ടത്, കുടുംബത്തിന്റെ വാർഷിക വരുമാനം വേണ്ടത്. ഇനി 3 ലക്ഷം രൂപ വാർഷിക വരുമാനം ഉള്ളവരാണ് നിങ്ങൾ, അതിൽ കൂടുതൽ നിങ്ങൾക്ക് ഇല്ല എങ്കിൽ നിങ്ങൾക്കത് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. അതിനായി ഈ സ്കോളർഷിപ്പിനായി മുൻഗണന ലഭിക്കുന്നതായിരിക്കും. ഇനി SC/ST കാറ്റഗറിക്കാർക്കും സ്ത്രീകൾക്കും പ്രത്യേകമായി മുൻഗണനയുണ്ട്. നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള SC/ST കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റും കൂടി പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്, അപേക്ഷിക്കുമ്പോൾ വെക്കേണ്ടതാണ്. ഇനി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വെക്കേണ്ടതെന്നാണ് നോക്കുന്നത്. ഈ UG കോഴ്സസിലേക്കുള്ള കുട്ടികൾ ഡിഗ്രി സ്റ്റുഡൻസ് ആണെങ്കിൽ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് വെക്കണമെന്ന് നമുക്ക് നോക്കാം ഈ ഒരു സ്കോളർഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യാനായി. UG കോഴ്സസിലുള്ളവരാണെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ വെക്കേണ്ട ഡോക്യുമെന്റ്സ് നിങ്ങളുടെ 75% മാർക്ക് ഉണ്ടെന്ന് കാണിക്കുന്ന മാർക്ക് ലിസ്റ്റ് ആണ്. അതിപ്പോൾ നിങ്ങൾ ഡിഗ്രി ഫസ്റ്റ് ഇയേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ +2ന്റെ മാർക്ക് ലിസ്റ്റ് 75%-ൽ കൂടുതൽ ഉണ്ട് എന്നുള്ളത് കാണിക്കുക. ഡിഗ്രി സെക്കൻഡ് ഇയേഴ്സ് ആണെങ്കിൽ ഡിഗ്രി ഫസ്റ്റ് ഇയറിലുള്ള നിങ്ങളുടെ 75% കൂടുതൽ കിട്ടിയ മാർക്കിന്റെ സർട്ടിഫിക്കറ്റ്. ഓക്കെ, അങ്ങനെ പ്രീവിയസ് ഇയറിലെ നിങ്ങളുടെ
മാർക്ക് ലിസ്റ്റ് നിങ്ങൾ വെക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് 6 ലക്ഷം രൂപയിൽ കൂടുതലല്ല ഇൻകം എന്ന് കാണിക്കുന്ന ഇൻകം സർട്ടിഫിക്കറ്റും ഫാമിലി ആനുവൽ ഇൻകം സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇനി 3 ലക്ഷം രൂപയിൽ കൂടുതലല്ല എങ്കിൽ നിങ്ങൾക്ക് അത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് പ്രിഫറൻസ് മുൻഗണന കിട്ടുന്നതായിരിക്കും. SC ST കാറ്റഗറിയിൽ ഉള്ളവരാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിറ്റി കാസ്റ്റ് സർട്ടിഫിക്കറ്റും കൂടി വെക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വർഷം നിങ്ങൾ ഫീസ് അടച്ച് ഈ കോളേജിൽ ഫീസ് അടച്ചതിനുള്ള കറന്റ് ഫീസ് റെസിപ്റ്റ് വെക്കുക. ഈ വർഷം ഈ കോളേജിൽ നിങ്ങൾ പഠിക്കുന്നു എന്ന് കാണിക്കുന്ന പ്രൂഫ് വെക്കുക. ID കാർഡോ അല്ലെങ്കിൽ കോളേജിൽ നിന്നുള്ള ബോണഫൈഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റോ ഇവിടെ പഠിക്കുന്നു എന്ന് തെളിയിക്കുന്നത്, അല്ലെങ്കിൽ അഡ്മിഷൻ എടുത്തപ്പോൾ ഉള്ള ആ ഒരു പ്രൂഫോ നിങ്ങൾ അവിടെ വെക്കുക. ഈ വർഷം ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റും അവിടെ അഡ്മിഷൻ എടുത്തതിൻ്റെ പ്രൂഫും വെക്കുക. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ്, ആപ്ലിക്കൻറ്റിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വെക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫോട്ടോയും ആപ്ലിക്കൻറ്റിൻ്റെ ഫോട്ടോയും ആധാർ കാർഡും, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഡോക്യുമെന്റ്സ് UG കോഴ്സസിലുള്ളവർ അപ്ലൈ ചെയ്യുമ്പോൾ വെക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഇത് കൊടുത്ത് നിങ്ങൾക്ക് എലിജിബിലിറ്റി കാണാൻ സാധിക്കും. ഡോക്യുമെന്റും ഉണ്ട്. അതിൻ്റെ താഴെ സ്ക്രോൾ ചെയ്യുമ്പോൾ അപ്ലൈ നൗ ഉണ്ട്. അപ്പോൾ ഇവിടെ അപ്ലൈ നൗവിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളൊരു ഡിഗ്രി വിദ്യാർത്ഥിയാണ്, ഈ പറയുന്ന എലിജിബിലിറ്റിയൊക്കെ യോഗ്യതയൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ സ്കോളർഷിപ്പിനായി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അവസാന തീയതി പറയുന്നുണ്ട്. ഡെഡ് ലൈൻ ഒക്ടോബർ 1-ാം തീയതിയാണ്. എല്ലാത്തിനുമായി അപേക്ഷിക്കാൻ ഒക്ടോബർ 1-ാം തീയതിയാണ് അവസാന തീയതിയായിട്ട് പറയുന്നത്. അതും മറക്കണ്ട. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് PG കോഴ്സസിലുള്ള കുട്ടികൾക്കായി, വിദ്യാർത്ഥികൾക്കായി അപേക്ഷിക്കുവാനുള്ള എന്തൊക്കെയാണ് എലിജിബിലിറ്റി കാര്യങ്ങളാണ് നോക്കുന്നത്. നിങ്ങൾ PG സ്റ്റുഡൻ്റ് ആണ് എങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഓപ്ഷൻ കഴിഞ്ഞിട്ട് തേർഡ് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. SBIF ആശാ സ്കോളർഷിപ്പ് ഫോർ PG സ്റ്റുഡൻസ് അല്ലെങ്കിൽ PG കോഴ്സസിലുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള SBIF ആശാ സ്കോളർഷിപ്പ് ഫോർ PG സ്റ്റുഡൻസ്, അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. PG പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനുള്ളതാണ്. അപ്പോൾ PG ആണ് എങ്കിൽ നിങ്ങൾ ഈ ഒരു കാറ്റഗറിയാണ് ഓപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ വേണ്ടത് വാർഷിക വരുമാനം നിങ്ങൾക്ക് 6 ലക്ഷം രൂപയിൽ കൂടരുത്. നിങ്ങളുടെ ഫാമിലി ആനുവൽ ഇൻകം 6 ലക്ഷം രൂപയിൽ കൂടരുത്. സ്കോളർഷിപ്പ് തുകയായിട്ട് ഇവിടെ വരുന്നത് 70,000 രൂപയാണ്. ഡിഗ്രി സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് തുകയായിട്ട് വരുന്നത് 50,000 രൂപയാണ്. അത് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഡിഗ്രി സ്റ്റുഡൻസിന്റെ സ്കോളർഷിപ്പ് തുക 50,000 രൂപയാണ്. PG സ്റ്റുഡൻസിനാണെങ്കിൽ 70,000 രൂപയാണ് കേട്ടോ സ്കോളർഷിപ്പ് തുകയായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ 6 ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനം ഉണ്ടാകാൻ പാടില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 75% കൂടുതൽ നിങ്ങളുടെ ഡിഗ്രിക്കാണ് എങ്കിൽ, അതല്ല എങ്കിൽ ഇപ്പോൾ PG സെക്കൻഡ് ഇയർ ആയെങ്കിൽ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് 75% കൂടുതൽ മാർക്ക് വേണം. പിന്നെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് സെയിം തന്നെയാണ്. ഫോട്ടോ വേണം, നിങ്ങൾ അവിടെ പഠിക്കുന്നു എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആധാർ കാർഡ് വേണം, ആനുവൽ ഇൻകം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണം. നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ്, പ്രൂഫ്, ഇതൊക്കെയാണ് വെക്കേണ്ടത്. സെയിം ഡോക്യുമെന്റ്സ് ഒക്കെ തന്നെയാണ് വരുന്നത്. അതിൽ താഴെ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ പറ്റും അപ്ലൈ നൗ. ഇങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 70,000 രൂപയാണ് ഈ സ്കോളർഷിപ്പ് തുകയായിട്ട് PG സ്റ്റുഡൻസിന് കിട്ടുന്നത്. അടുത്തത് നോക്കുന്നത് IIT സ്റ്റുഡൻ്റ് ആണ് എങ്കിൽ, നിങ്ങളൊരു IIT സ്റ്റുഡൻ്റ് ആണെങ്കിൽ SBIF ആശാ സ്കോളർഷിപ്പ് ഫോർ IIT സ്റ്റുഡൻ്റ് എന്നുള്ള ഓപ്ഷൻ, ആ കാറ്റഗറി നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണ് യോഗ്യതകൾ ഉള്ളത്, വേണ്ടത്. അതോടൊപ്പം തന്നെ ഡോക്യുമെന്റുകൾ, അപേക്ഷിക്കുമ്പോൾ വേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. എത്രയാണ് തുക കിട്ടുന്നതും സ്കോളർഷിപ്പ് ആയിട്ടുള്ളത് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ നമുക്ക് നോക്കാം. ഇതിൽ വേണ്ട എലിജിബിലിറ്റി എന്ന് പറയുന്നത് ബാക്കിയുള്ള സെയിം എലിജിബിലിറ്റി തന്നെയാണ്. കൂടുതലായിട്ട് വേണ്ടത് നിങ്ങൾ UG കോഴ്സ് ചെയ്യുന്നവരായിരിക്കണം. IITയിൽ ഏതെങ്കിലും ഒരു IITയിൽ UG കോഴ്സ് ചെയ്യുന്നവരായിരിക്കണം നിങ്ങൾ. അതോടൊപ്പം തന്നെ 75%-മോ അതിൽ കൂടുതലോ മാർക്കുള്ള വ്യക്തിയുമായിരിക്കണം. ബാക്കിയുള്ളതെല്ലാം സെയിം ആയിട്ടുള്ള ക്രൈറ്റീരിയയും ഡോക്യുമെന്റുകളൊക്കെ സെയിം തന്നെയാണ് പറയുന്നത്. സെയിം ഡോക്യുമെന്റും കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഫാമിലി ആനുവൽ ഇൻകം പറയുന്നത്, കുടുംബത്തിന്റെ വാർഷിക വരുമാനം 6 ലക്ഷം രൂപയാണ് പറയുന്നത്. സ്കോളർഷിപ്പ് എമൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് 6 ലക്ഷം രൂപയിൽ കൂടുതലാകാൻ പാടില്ല വാർഷിക വരുമാനം. സ്കോളർഷിപ്പ് തുകയായിട്ട് കിട്ടുന്നത് 2 ലക്ഷം രൂപ വരെയാണ് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് തുകയായിട്ട് IIT സ്റ്റുഡൻ്റ് ആണെങ്കിൽ കിട്ടുന്നത്. ഡോക്യുമെന്റ്സ് ഒക്കെ സെയിം ആണ്. അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ട രേഖകളൊക്കെ അപ്പോൾ അതിലും താഴെ അപ്ലൈ നൗ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനിയുള്ളത് IIM സ്റ്റുഡൻസിനുള്ളതാണ്. അപ്പോൾ IIM സ്റ്റുഡൻസിനാണ് എങ്കിൽ നിങ്ങൾ ആ കാറ്റഗറി ചൂസ് ചെയ്യുക. SBIF സ്കോളർഷിപ്പ് ഫോർ IIM സ്റ്റുഡൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ SBIF സ്കോളർഷിപ്പ് ഫോർ IIM സ്റ്റുഡൻറ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. ആ കാറ്റഗറി ചൂസ് ചെയ്യുമ്പോൾ എലിജിബിലിറ്റി, വേണ്ട ഡോക്യുമെന്റുകൾ, രേഖകളും അപ്ലൈ ചെയ്യാനായിട്ടുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. സ്കോളർഷിപ്പ് തുക 7,50,000 രൂപ വരെയാണ് IIM സ്റ്റുഡൻസിന് കിട്ടുന്നത്. അപ്പോൾ ഇതിന് വേണ്ട യോഗ്യതകളായി പറയുന്നത് IIMൽ PGDM അല്ലെങ്കിൽ MBA അല്ലെങ്കിൽ PGDM കോഴ്സ് IIMൽ ചെയ്യുന്നവരായിരിക്കണം. അതോടൊപ്പം തന്നെ പ്രീവിയസ് ആയിട്ടുള്ള അക്കാദമിക് ഇയറിൽ, കഴിഞ്ഞ വർഷം അക്കാദമിക് ഇയറിൽ നിങ്ങൾക്ക് 75%-മോ അതിൽ കൂടുതലോ മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ളവരായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള രേഖകളൊക്കെ അവിടെ ഹാജരാക്കുക. ഡോക്യുമെന്റ് എല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം ആണ്. പിന്നെ വാർഷിക വരുമാനം വരുന്നത് 3 ലക്ഷം രൂപ വാർഷിക വരുമാനം വരുന്നവർക്ക് മുൻഗണനയുണ്ട്. മാക്സിമം പറയുന്ന 6 ലക്ഷം രൂപയാണ് കേട്ടോ. 6 ലക്ഷം രൂപ വരെയാണ് വാർഷിക വരുമാനം വരാൻ സാധിക്കുകയുള്ളൂ. അതിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കില്ല.
3 ലക്ഷം രൂപ വരെയും വാർഷിക വരുമാനം വരുന്നവർക്ക് മുൻഗണന കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിനു വേണ്ടി 75% കൂടുതൽ മാർക്കും ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് യോഗ്യത അനുസരിച്ചതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക. 7,50,000 രൂപ വരെയാണ് നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് തുകയായിട്ട് കിട്ടുന്നത്. MBA സ്റ്റുഡൻസിനാണ് കേട്ടോ 7,50,000 രൂപ വരെ സ്കോളർഷിപ്പ് എമൗണ്ട് ആയിട്ട് കിട്ടുന്നത്. ഡോക്യുമെന്റും രേഖകളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം ആണ്. ഫോട്ടോ വേണം, നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റ് വേണം, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, അവിടെ പഠിക്കുന്നു എന്ന് പ്രൂവ് ചെയ്യുന്നതിനുള്ള തെളിവ്, പിന്നെ അതുപോലെ തന്നെ മാർക്ക് ലിസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. അപ്പോൾ അവിടെയും താഴെ അപ്ലൈ നൗ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയും ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് ഒക്ടോബർ 1-ാം തീയതിയാണ്. അപ്പോൾ ഒക്ടോബർ 1-ാം തീയതിക്ക് ഇനി അധികം ദിവസം ഇല്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ യോഗ്യതയ്ക്ക് തോന്നുന്ന അല്ലെങ്കിൽ ഇത് എലിജിബിൾ ആണെന്ന് തോന്നുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലിയിലുള്ളവർക്കൊക്കെ ഇത് മാക്സിമം ഷെയർ ചെയ്ത് വീഡിയോ എത്തിക്കുക. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഉപകാരപ്രദമാവുന്ന ഒരു സ്കോളർഷിപ്പാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലെയുള്ള കൂടുതൽ സ്കോളർഷിപ്പ് സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചും അറിയിപ്പുകളെക്കുറിച്ച് അറിയാനായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.